ശബരിമല ക്ഷേത്രത്തിന്റെ വാഗ്ദോഷം മാറാൻ മൂകാംബിക ക്ഷേത്രനടയിൽ മണി കെട്ടി പരിഹാരക്രിയ. ഭക്തരെ ജീവനക്കാർ അസഭ്യം പറഞ്ഞതിലൂടെ വാഗ്ദോഷമുണ്ടായി എന്നാണ് ദേവപ്രശ്നത്തിലെ കണ്ടെത്തൽ. നിറപുത്തരി ദിനത്തിൽ മണി പൂജിച്ച് മൂകാംബികയിലേക്ക് കൊണ്ടുപോകും. ഒരുപാട് പരിഹാരങ്ങളും പ്രായശ്ചിത്ത പൂജകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഈ പരിഹാരക്രിയകളിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ശബരിമല ക്ഷേത്രത്തിന്റെ ദോഷങ്ങൾ തീർക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരിഹാരക്രിയകൾ തുടങ്ങുകയാണ്. വ്രതമെടുത്ത് അയ്യപ്പ ദർശനത്തിനെത്തിയ ഭക്തരോട് ദേവസ്വം ബോർഡ് ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും പല ഘട്ടത്തിലും മോശമായി സംസാരിച്ചിട്ടുണ്ട്. ഇത് 2018 ദേവപ്രശ്നത്തിലെ കണ്ടെത്തലായിരുന്നു. പ്രശ്നപരിഹാരത്തിനായി പരിഹാരക്രിയകൾക്കായി ദേവസ്വം ബോർഡ് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് വാഗ്ദോഷങ്ങൾ തീർക്കാൻ. ആദ്യം വാഗ്ദോഷം മാറ്റാനുള്ള പരിഹാരക്രിയയാണ് ശബരിമല തന്ത്രിമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. താഴമൺ മഠത്തിലെത്തിയ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ശാന്തകുമാറിനാണ് തന്ത്രിമാരായ കണ്ഠരര് മഹേഷ് മോഹനരും കണ്ഠരര് ബ്രഹ്മദത്തനും നിർദ്ദേശം നൽകിയത്. അയ്യപ്പ ഭക്തർക്കെതിരെ ഉണ്ടായ അസഭ്യ പ്രയോഗത്തിലൂടെയും പരുഷ വാക്കുകളിലൂടെയും ഉണ്ടായ വാഗ്ദോഷം മാറ്റാൻ മൂകാംബിക ദേവീക്ഷേത്ര നടയിൽ മണി കെട്ടും. അയ്യപ്പ സന്നിധിയിൽ നിറപുത്തരി ദിനമായ ഓഗസ്റ്റ് 3 മണി പൂജിച്ച് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. ക്ഷേത്രനടയിൽ ദേവിക്ക് മുന്നിൽ മുഴക്കുന്ന മണിയാണ് സമർപ്പിക്കുന്നത്. ശബരിമല ക്ഷേത്രത്തിന് ആകെ ഉണ്ടായിരിക്കുന്ന വാഗ്ദോഷം ഇതിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് ദേവപ്രശ്ന ചാർത്ത്. എനിക്ക് തോന്നുന്നു ഇതോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സുവർണകാലം ആരംഭിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. മൂകാംബിക ക്ഷേത്രത്തിലെ പരിഹാര ക്രിയകൾക്ക് ശേഷം അടുത്തത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. ഗുരുവായൂരിൽ നിരവധി പരിഹാര പൂജകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിറമാല, നെയ്വിളക്ക്, പാൽപ്പായസം, കാണിക്ക സമർപ്പണം തുടങ്ങിയവ ശബരിമല ക്ഷേത്രത്തിനുള്ള പരിഹാര ക്രിയകളാണ്. തൃശ്ശൂരിലെ കൊടകര, വലയല്ലൂർ ശിവക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ ചെയ്യും. 40ഓളം ക്ഷേത്രങ്ങളിലാണ് ദേവപ്രശ്ന പരിഹാര ക്രിയകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടങ്ങുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.